തുറക്കടോ. ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഷാനവാസ്. നീ എന്തിനൂടെ വന്നു? ഷാനവാസിനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ്. ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ്. വേണ്ട, കണ്ടെത്തണ്ട. ഒരു പ്രാങ്ക്. ബെസ്റ്റ്. അതിന് താനെന്തിനാ ഞെട്ടുന്നേ? സഹായത്തിനായി ആരെയെങ്കിലും കൂടെ കൂട്ടുകയും ചെയ്യാം. വക്കീല, ഞാന് ടൈപ്പ്റൈറ്റർ, ഗുമസ്തൻ എല്ലാവരും കൂടെ അങ്ങ് വരാം. എന്നാൽ എല്ലാവരോടും പറയണമെന്നില്ല. പറയുന്നത് പപ്പന് മനസ്സിലാവുണ്ടോ? മനസ്സിലായേ. ആരെയായിരിക്കും സഹായത്തിനായി കൂടെ കൂട്ടുക? അക്ബർ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഷാനവാസിന് ഒരിക്കൽ ചെയ്യാൻ കഴിയാതിരുന്ന സീക്രട്ട് ടാസ്കിന് പകരം പഴയ കേസ് എന്റെ തല കെട്ടി വെക്കാൻ നോക്കാൻ അത് തന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇതൊരു സുവർണ അവസരമായി കാണുക. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ആരിന് കൊടുത്ത അതേ പണി സീക്രട്ട് ടാസ്ക്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? സഹായത്തിന് എന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരേ വണ്ടിയില് 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ബിഗ് ബോസിന്റെ പണിയാണ്. ഒരു ഷാനവാസ്കാർക്ക് കൊടുത്തതാണ് മാത്രം പറയാതിരുന്ന അറിയില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഈ പറഞ്ഞ നെവിനും കേൾക്കും, ആരിനും കേൾക്കും. പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ. എന്റെ പൊന്നോ, ഒടുക്കത്താ. പിന്നെ இங்க என்ன நடக்குது? ஒரே குழப்பமா இருக்கே. ഇതൊക്കെ കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത് കണ്ണീരല്ല, ഇതാണ് സന്തോഷ കണ്ണീർ. സന്തോഷ കണ്ണീരാ. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ക്യാരക്ടർ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അതാണ് ആളുടെ ക്യാരക്ടർ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ആദില. പോണ്ടേ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ബിഗ് ബോസ്? തിരികെ വരൂ. വരാ. അപ്പൊ ഞാൻ പോവാണ്. തിരികെ വരൂ. നമ്മളെന്താ കള്ളനും പോലീസും കളിക്കുക? പുറത്തോട്ടല്ല, അകത്തോട്ട്. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. ഒരു മാറ്റമില്ലല്ലോ. വിവരങ്ങൾ ഷാനവാസ് പറയും. ഷാനവാസ് ഗംഭീരം. സത്യമായിട്ടും ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി ചെയ്തു. രാത്താൻ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞല്ലേ? വന്നടാ, ഞാൻ വന്നടാ. ഇതിനു മുമ്പ് പുറകിലത്തെ ആ മതില് കണ്ടോ? അതുവഴി ഞാൻ ഓടി മതില് ചാടി രക്ഷപ്പെടുകയായിരുന്നു പതിവ്. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല.